بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം കൊണ്ട് അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരാൾ റബ്ബിൻ്റെ മുന്നിൽ വിജയിക്കും എങ്കിൽ അയാളിൽ കാണാൻ കഴിയുന്ന 11 അടയാളങ്ങളുടെ വിശദീകരണത്തിലാണ് നമ്മുടെ ചർച്ച ഉള്ളത്. ഒന്നാമത്തേത്, ദുനിയാവിൻ്റെ കാര്യത്തിൽ അവൻ അഡ്ജസ്റ്റ് ചെയ്യും, വിട്ടുവീഴ്ച ചെയ്യും. ആഖിറത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ആഗ്രഹിക്കും എന്ന സ്വഭാവമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, അവൻ്റെ ചിന്തയും പരിശ്രമവും മുഴുവനും അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഒരു ഇബാദത്താക്കാം എന്നുള്ളതാണ്. കൂട്ടത്തിൽ ഖുർആൻ പാരായണം കൂടുതലായി നടത്തുന്നു എന്നതാണ് രണ്ടാമത്തെ അടയാളം. ഏകദേശമൊക്കെ നമ്മൾ ഈ 2 അടയാളങ്ങൾ വിശദീകരിച്ചു. ഒരാൾ പരലോകം രക്ഷപ്പെടുന്ന വിജയിക്കുന്ന ആളാണ് എങ്കിൽ അയാളെ തിരിച്ചറിയാൻ കഴിയുന്ന മൂന്നാമത്തെ അടയാളം ഖില്ലത്തുൽ ഖൗലി ഫീമാ ലാ യഹ്താജു ഇലൈഹി. തനിക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ സംസാരിക്കുമ്പോൾ വളരെ മിതമായേ സംസാരിക്കൂ എന്നുള്ളതാണ് മൂന്നാമത്തെ അടയാളം. ആവശ്യമില്ലാത്തോടത്ത് കയറി വർത്താനം പറയൂല എന്നുള്ളതാണ്. വർത്തമാനം പറയുന്നിടത്ത് മനുഷ്യർക്ക് ഒരു നിയന്ത്രണമില്ലാത്ത അവസ്ഥയിലേക്ക് അവൻ തന്നെ അറിയാതെ വലിയ അബദ്ധത്തിൽ പെട്ടിരിക്കുന്നു എന്നുള്ളത് നാം ഓരോരുത്തരും നമ്മെക്കുറിച്ച് വിലയിരുത്തേണ്ട കാര്യമാണ്. മഹാന്മാര് പഠിപ്പിക്കുന്നു, വിജയി ആണോ അവനെ തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട 11 അടയാളങ്ങളിലെ മൂന്നാമത്തേത് സംസാരം കുറവായിരിക്കും. തനിക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ അധികമായി സംസാരിക്കാനൊന്നും പോവാറില്ല. വളരെ അളന്നു മുറിച്ചത് മാത്രമേ പറയൂ. ഇനി കേട്ടോളൂ, ഇത് സംബന്ധമായി ചില ഹദീസുകളിലേക്ക് നമുക്ക് കടന്നു വരാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ, ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നതായി കാണാം. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ് എങ്കിൽ ഖൈറായത് മാത്രം പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഖൈറായത് മാത്രം പറയട്ടെ എന്ന് പറഞ്ഞാൽ അതിന് കൂലി കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം വർത്താനം പറയട്ടെ. ഈമാനുള്ളവന്റെ സ്വഭാവമാണത്. വർത്തമാനം പറയുന്നതിന് കൂലി കിട്ടുന്നു എന്ന് ഉറപ്പുള്ളത് മാത്രമേ പറയൂ. അത് എന്ത് തമാശ പറഞ്ഞാലും, അത് എത്ര ഉപദേശിച്ചാലും, അത് സീരിയസ് ആയി എന്ത് പറഞ്ഞാലും, വർത്തമാനം പറയുമ്പോ ആ പറയുന്നതിന് അള്ളാഹു കൂലി തരും എന്നത് ആലോചിച്ച് പറയുന്നവനായിരിക്കും മുഅ്മിൻ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ് എങ്കിൽ ഫൽയഖുൽ ഖൈറ, പറയുന്ന കാര്യം കൂലി കിട്ടേണ്ട കാര്യമായിരിക്കണം. ഈ പറയൽ കൊണ്ട് എനിക്ക് കൂലി കിട്ടണം. അങ്ങനെ പറഞ്ഞാൽ കൂലി കിട്ടുന്ന കാര്യങ്ങൾ നിനക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഔലിയസ്മുത്ത്, മിണ്ടാതിരിക്കട്ടെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും നിശ്ചയിക്കാൻ 2 അവയവങ്ങൾ തെറ്റ് ചെയ്യാതിരുന്നാൽ മതി. 2 അവയവങ്ങൾ ശരീരത്തിൽ തെറ്റ് ചെയ്യുമെങ്കിൽ നരകം ഉറപ്പിക്കാം. 2 അവയവങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പെനിക്ക് പറയോ നിങ്ങൾ? 2 അവയവങ്ങൾ തെറ്റ് ചെയ്യില്ലെന്ന് എന്നോട് ഉറപ്പ് പറയാൻ നിങ്ങൾക്ക് കഴിയോ?
എന്നാൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണെന്ന് ഞാൻ പറയും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി عن سهل بن سعد الساعدي رضي الله عنه قال رسول الله صلى الله عليه وسلم من يضمن لي ما بين لحييه وما بين رجليه രണ്ട് തുടയെല്ലിന്റെ ഇടയിലുള്ള ആ ഗുഹ്യഭാഗം ഒരവയവത, രണ്ട് താടയെല്ലിന്റെ ഇടയിലുള്ള അവന്റെ നാവ് എന്ന അവയവം, ഈ രണ്ട് അവയവം തെറ്റ് ചെയ്യില്ലെന്ന് എന്നോട് ഉറപ്പ് പറയാൻ പറ്റുന്നവർക്ക് സ്വർഗം കൊണ്ട് ഞാൻ ഉറപ്പ് പറയുന്നു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിജയിയാണെങ്കിൽ നാവ് സൂക്ഷിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഹദീസ് കേട്ടോളൂ. മഹാനായ സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി സഖഫി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഹദ്ദിഥ്നി ബി അംരിൻ അഅ്തസിമു ബിഹി. നബിയേ, എനിക്കൊരു ഹദീസ് പറഞ്ഞു തരുമോ? അത് പറഞ്ഞു തന്നാൽ ജീവിതത്തിൽ പകർത്താനാണ് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖുൽ റബ്ബി അല്ലാഹ് സുമ്മ ഇസ്തഖിം. നിന്റെ റബ്ബ് അള്ളയാണ് എന്നതിൽ ഉറപ്പിച്ച് കഴിഞ്ഞുകൂടിക്കോ. നിനക്ക് വിജയിക്കാൻ അത് മതി മോനെ. അള്ളാഹുവിന്റെ ഹബീബിനോട് ഞാൻ ചോദിച്ചു, നബിയേ, മാ അഖ്വഫു മാ തഖാഫു അലയ്യ. എന്റെ കാര്യത്തിൽ അങ്ങ് ഏറ്റവും പേടിക്കുന്ന ഒരു അവയവം, അല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ അങ്ങേക്ക് ഏറ്റവും ഭയമുള്ള ഒരു കാര്യം പറയാൻ പറ്റുമോ? ഞാൻ നാളെ റബ്ബിന്റെ മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ടവനാകുമോ എന്നതിലേക്ക് എനിക്ക് സൂക്ഷിച്ച് ജീവിക്കാൻ ആ ഒരു ചിന്തയിലേക്ക് പോകാനാ ഞാൻ വന്നത്. അങ്ങനെയെങ്കിൽ പറയട്ടെ നബിയേ, എന്റെ കാര്യത്തിൽ ഏറ്റവും ഭയക്കേണ്ടത് ഏതിനെയാണെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ ഷറഫാക്കപ്പെട്ട നാവ് ഇങ്ങനെ ഇറക്കി, എന്നിട്ട് നാവില് പിടിച്ചു. ഫഅഖദ ബിലിസാനി നഫ്സിഹി. ഇങ്ങനെ പിടിച്ചു വലിച്ചു നാവില് റസൂലുള്ളാഹി സ്വന്തം നാവിൽ ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു, നിന്റെ കാര്യത്തിൽ ഞാൻ ഏറ്റവും പേടിക്കുന്നത് ഈ ഒരു അവയവത്തെ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഒക്കെ കാര്യത്തിൽ പേടിക്കാനുള്ളത് ആ അവയവ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ രക്ഷപ്പെടുന്നവനാണോ വിജയിക്കുന്നവനാണോ അവനെ തിരിച്ചറിയാനുള്ള അടയാളത്തിൽപ്പെട്ടതാണ് സൂക്ഷിച്ചേ അവൻ വർത്തമാനം പറയും. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. നാവ് ഇങ്ങനെ പിടിച്ചു കാണിച്ചു, ഇതാ പേടിക്കേണ്ടത്. ഇങ്ങനെ പിടിച്ചു കാണിച്ചു, ഈ അവയവമാണ് പേടിക്കേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എവിടെ എങ്ങനെ വാരിക്കോരി വർത്താനം പറയുന്നവരാ നമ്മള്, ഞാൻ ഉൾപ്പെടെ. നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതും എന്തെന്ന് ഒരു പക്ഷേ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് തിരിച്ചറിയാനും നമ്മെ നിയന്ത്രിക്കാനും കഴിയും. എന്നാലും നമ്മളെങ്ങനെ ഒഴുകി പോവാണ്. ഞാനത് പറയണോ, അത് പറയുന്നോടത്ത് ഞാൻ കൂടണോ? നമ്മെ കുറിച്ച് നമുക്ക് വിലയിരുത്താൻ കഴിയും, എന്നാലും നമ്മൾ അവിടെ കൂടൂല. ഒരു ഹദീസ് പറയാം. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തുക്സിറുൽ കലാമ ബിദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന വർത്തമാനം അല്ലാത്ത വർത്തമാനം നിങ്ങൾ കൂടുതൽ പറയണ്ട. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വർത്തമാനം പറയാം. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോ അലിക്കുഞ്ഞിക്കാണെടുത്ത് ചോദിക്കാണ്, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അൽഹംദുലില്ലാഹ്, സുഖാണ്. നാളെ അവിടെ പോകുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ പോകുന്നുണ്ട്. അസ്ർ നിസ്കരിച്ചിട്ട് പോകും. ഈ പറഞ്ഞ മുഴുവൻ കൂലിയുള്ളതാ. എന്തുകൊണ്ട്? ആദ്യം പറഞ്ഞത് അസ്സലാമു അലൈക്കും, കൂലിയുള്ളതാ. തിരിച്ചിങ്ങോട്ടും പറഞ്ഞു. പിന്നെ ഞാൻ ചോദിക്കാണ് എന്റെ സഹോദരനോട്, അദ്ദേഹത്തിന്റെ കുശലം ചോദിക്കുന്നു, വിശേഷം ചോദിക്കുന്നു. അത് സ്നേഹമുള്ളത് കൊണ്ട് ചോദിക്കാം, എന്തൊക്കെ വിശേഷം? ആ ചോദ്യം എനിക്ക് തിരിച്ചു തന്ന മറുപടി ഒരു ഹംദ് പറയിപ്പിച്ചതാണ്. അൽഹംദുലില്ലാഹ്, സുഖാണ്, റാഹത്താണ്.
ആ അൽഹംദുലില്ലാ പറഞ്ഞത് കൂലിയുള്ള കാര്യമാണ്. അത് പറയാനുള്ള ചോദ്യം ഞാൻ ചോദിച്ചപ്പോ ഓട്ടോമാറ്റിക്കലി ഈ ചോദ്യവും കൂലിയുള്ളതായി. അള്ളാഹുവിന്റെ നിഅമത്തിനെ ഓർത്തിട്ട് അൽഹംദുലില്ലാ പറഞ്ഞു, അതൊരു ശുക്ർ ചെയ്യൽ എന്ന രീതിയിൽ അദ്ദേഹത്തിന് കൂലി കിട്ടുന്നു. അദ്ദേഹത്തിന് കൂലി കിട്ടാനുള്ള പണി ഞാൻ ചെയ്യിച്ചത് കൊണ്ട് എനിക്ക് കൂലി കിട്ടുന്നു. ഇൻഷാ അല്ലാഹ് നാളെ അവിടെ പോകുന്നില്ലേ, ഇൻഷാ അല്ലാഹ് ഉദ്ധരിച്ചു. നാളെ പോകുന്ന കാര്യം ഓർമ്മപ്പെടുത്തുക എന്ന സഹായം ഞാൻ ചെയ്തു. അപ്പൊ അദ്ദേഹം ഇൻഷാ അല്ലാഹ് ഉദ്ധരിച്ചു. ആ മഹത്തായ ദിക്ർ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ പോകും. ഇങ്ങനെയുള്ള വർത്താനം വാരിക്കോരി പറയലല്ല, പറയുന്നതിന്റെ ഇടയിൽ അള്ളാഹനെ ഓർമ്മ വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ രീതിയിൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന വർത്തമാനം അല്ലാത്ത വർത്തമാനങ്ങൾ നിങ്ങൾ കൂടുതൽ പറയണ്ട. ലാ തുക്സിറുൽ കലാം ബിഗൈരി ദിക്രില്ലാഹ്. അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന വർത്തമാനം അല്ലാത്ത വർത്തമാനം നിങ്ങൾ കൂടുതൽ പറയണ്ട. അള്ളാഹനെ ഓർക്കാൻ പറ്റാത്ത വർത്തമാനം അല്ലാത്തത് കൂടുതൽ പറയ വഴി ഫഇന്ന കസറത്തുൽ കലാമി ബിദിക്രില്ലാഹി ഖസ്വത്തുൽ ലിൽ ഖൽബ്. ഹൃദയത്തിൽ ഈമാൻ കേറാതെ വരും, ഹൃദയം ഉറച്ചു പോകും. അല്ലേ, ഒരു തുണി അലക്കുന്ന സോപ്പ് എടുക്കുക, അതിലൊരു ആണി അടിക്കുക, വേഗം കേറും ഇല്ലേ? അതേ ആണി അതേ ചുറ്റിക കൊണ്ട് അതേ ആള് പോയിട്ട് നല്ലൊരു പാറയുടെ മുകളിൽ കൊണ്ടിട്ട് അടിച്ച കേറൂല. ഈമാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കേറാൻ ഹൃദയം ഉറച്ചു പോവാൻ പാടില്ല. നമ്മൾ ഈമാനിന് വേണ്ടിയിട്ടുള്ള പണിയെടുക്കുന്നവരാ, അതിനുവേണ്ടി നിസ്കരിക്കുന്നവരാ, അതിനുവേണ്ടി സ്വതക്ക ചെയ്യുന്നവരാ. ഈമാൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദിക്ർ ചൊല്ലുന്നത്. ഈമാൻ ഉണ്ടായാൽ മാത്രമാ സ്വർഗം. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ. സ്വഹീഹ് മുസ്ലിം. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾക്ക് ഈമാൻ ഇല്ലെങ്കിൽ സ്വർഗം ഇല്ല. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? തിരിയുന്നുണ്ടോ? മുഴക്കമുണ്ടെങ്കിൽ ഒരല്പം അങ്ങോട്ട് കയറിയിരുന്ന അതാണ് പരിഹരിക്കുക. ഇത്രയും വലിയ ഹാളായതുകൊണ്ടാണ്. കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കാം. തിരിയുന്നില്ലെങ്കിൽ കയറിയിരിക്കാം, ഒരു കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല, അങ്ങോട്ട് കയറി ഇരുന്നോളൂ. അപ്പൊ അങ്ങനെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ അത്രത്തോളം പഠിപ്പിച്ചു. നമ്മുടെ മനസ്സിൽ കാഠിന്യത വന്ന ഈമാൻ കയറൂല. ഇരുമ്പിന്റെ ആണി സോപ്പിൽ തറച്ചപ്പോ കയറിപ്പോയ പോലെ അല്ല പാറയില്, അതുപോലെ അല്ല കല്ലിൽ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇതുപോലെ ഈമാൻ തറച്ചു കയറാത്ത തുളച്ചു കയറാത്ത മനസ്സുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിൽ നിന്നും അകന്നു പോയവനാ. ഫൈന അബ്അദൻ നാസ്. എന്ത് പറഞ്ഞാലും മനസ്സിലേക്ക് അങ്ങോട്ട് കേറുന്നില്ല, ഈമാൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, പടച്ചോനെ പേടിയില്ല, ആഖിറെന്നുള്ള ചിന്തയല്ല. ഇങ്ങനെയുള്ള ആളുണ്ടല്ലോ, ആഖിറെന്നുള്ള ചിന്തയില്ലാത്തവൻ ജനങ്ങളുടെ കൂട്ടത്തിൽ റബ്ബിൽ നിന്നും ഏറ്റവും അകന്നു നിൽക്കുന്നവനാണെന്ന് പുണ്യ നബി ഇമാം തുർമുദിയുടെ ജാമിഅയിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. വർത്തമാനം പറയുമ്പോൾ ഒരു സൂക്ഷ്മതയില്ലാത്തവരോട് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇമാം തൊബറാനിയുടെ അൽ മുഅ്ജമുൽ കബീറിൽ കാണാം ഹദീസ്. ഇമാം ബഗ്വിയുടെ ശർഹ് സുന്നയിലും ഈ ഹദീസ് കാണാം. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇന്ന റജുല ലയതകല്ലമു ബിൽ കലിമത്തി മിനൽ ഖൈരി മാ യഅലമു മബ്ലഗഹാ മാ യഅലമു മബ്ലഗഹാ. നമ്മളൊക്കെ ചിലപ്പോ ഒരു നല്ല വർത്തമാനം പറയാറുണ്ട്, അതിന്റെ അറ്റം എവിടെയെന്ന് എത്തുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല. അങ്ങനെയുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയുന്ന നല്ല വർത്തമാനത്തിന്റെ അറ്റം എവിടെ എത്തുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കൂല. അങ്ങനെ പലപ്പോഴും പല അനുഭവങ്ങളും പറയാറുണ്ട് പലരും. ചിലര് പറയാറുണ്ട്, ഈ ഉള്ളവന്റെ ഒരു അനുഭവം പറയാം. ഉസ്താദെ, അന്ന് അവിടെ പ്രഭാഷണത്തിന് വന്നപ്പോ
ദിവസവും 100 സ്വലാത്ത് ചൊല്ലുന്നവരൊന്ന് കൈ പൊക്കണേ എന്ന് പറഞ്ഞപ്പോ അന്ന് കൈ പൊക്കിയ ആളാണ് ഞാൻ. ഇന്നും അത് മുടക്കിയിട്ടില്ല. ഞാൻ ആ വേദി മറന്നു. ഞാൻ ആ നന്മ ചെയ്യാൻ വേണ്ടി ഉപദേശിച്ച ഉപദേശം മറന്നു. ആ ഡേറ്റ് മറന്നു. ആ മനുഷ്യന്റെ മുഖം പോലും എന്റെ മനസ്സിലില്ല. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ചില നല്ല വർത്തമാനങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ നല്ല വർത്തമാനത്തിന്റെ അറ്റം എവിടെ പോകുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും. കേറിയിരുന്നോ? കസര കേറ്റിട്ടോ. കേറിയിരുന്നോ? കുഴപ്പമൊന്നുമില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയാ, നിങ്ങൾ ചെയ്ത നിങ്ങളെ നാം പുനർജീവിപ്പിക്കും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, മരിച്ചുപോയാൽ നിങ്ങളെ നാം പുനർജീവിപ്പിക്കും. വനക്തുബു മാ ഖദ്ദമു, നിങ്ങൾ ജീവിച്ചപ്പോ ചെയ്തു വെച്ചതൊക്കെ ഇവിടെ രേഖയാണ്. വആസാറഹും, നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് പിന്നെ അതിന്റെ പിന്നാലെ മറ്റുള്ളവർ ചെയ്തു പോകുന്ന നന്മയും അവിടെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നത് അതും രേഖയാണ്. നമ്മൾ ഒരാൾക്ക് ഒരു നന്മ പറഞ്ഞു കൊടുത്താൽ ഇൽമിന്റെ പ്രചരണത്തിന് കിട്ടുന്ന കൂലിയാണിത്. ഒരു വാക്കുകൊണ്ട് നിങ്ങൾ അതിന്റെ അറ്റം എവിടെ എത്തുന്നു എന്ന് ആലോചിക്കുന്നില്ല, അറിയുന്നില്ല. നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ എത്ര വാക്ക് പറഞ്ഞവരാ ഞാനും നിങ്ങളും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വാക്ക് അതിന്റെ അറ്റം എവിടെ എത്തുന്നു എന്ന് ചിന്തിക്കാത്തവരാ നമ്മൾ. നന്മയിലെങ്കിൽ അങ്ങനെ എവിടെയാണ് ആ വാക്ക് എത്തുന്നത് എന്ന് ചിന്തിക്കാത്തവരാണ് ഞാനും നിങ്ങളും. എന്നാൽ ആലോചിച്ചോളൂ, അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ ചീത്തയാവാൻ വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ചില തെറ്റായ വാക്കുകൾ അതിന്റെ അറ്റം എവിടെ എത്തുന്നു എന്ന് നമ്മൾ ആലോചിക്കുന്നില്ല, അറിയുന്നില്ല. തിന്മയിലും അങ്ങനെയുണ്ട്. നമ്മൾ ഒരാൾ കാരണം അയാൾ എത്ര ചീത്തയായി. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വായിൽ നിന്ന് പോകുന്ന വർത്തമാനം സൂക്ഷിക്കുക എന്നത് ഒരാള് വിജയിക്കുന്നു എന്നതിന്റെ അടയാളമാ. മഹാന്മാർ അങ്ങനെയാ എണ്ണിയിട്ടുള്ളത്. ഒരു ഹദീസ് കൂടി പറയാം. പുണ്യ നബി പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, അൽ കലിമത്തു ത്വയ്യിബത്തു സദഖാ. നല്ല വർത്തമാനമാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അത് സദഖയാ. ഒരു നല്ല വർത്തമാനം പറഞ്ഞു. എന്താണ്? ഒരു ഉദാഹരണം പറയാം. ഒരു കുട്ടി നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ തവണത്തെ SSLCക്ക് പാസ്സായിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്, നന്നായി. ആ ഒരു വാക്ക് നിനക്ക് സദഖയുടെ കൂലിയാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഒരാള് വിജയിക്കും എന്നുള്ളതിന്റെ 11 അടയാളങ്ങളിൽ മൂന്നാമത്തേത് ആവശ്യമില്ലാത്തതിൽ കയറി വർത്താനം പറയൂല എന്നുള്ളതാ. സംസാരത്തിൽ ശ്രദ്ധിക്കുന്നു, സൂക്ഷിക്കുന്നു എന്നുള്ളതാ. ഒരാൾ വിജയിക്കും എങ്കിൽ അദ്ദേഹത്തിന്റെ നാലാമത്തെ അടയാളം യകൂന മുഹാഫിളൻ അല സ്വലവാത്തിൽ ഖംസ്, 5 വഖത്ത് നിസ്കാരത്തെ സൂക്ഷിക്കുന്നു. അതെങ്ങനെ ഈ മുഹാഫിളൻ അല സ്വലവാത്തിൽ ഖംസ് എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? മുഹാഫിളൻ അല സ്വലവാത്തിൽ ഖംസ്, 5 വഖത്ത് നിസ്കാരത്തെ ഒരാള് മുഹാഫിളാകുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു പെണ്ണ് പ്രസവിച്ചു. ആ കുഞ്ഞിനെ അവൾ ഒരു 2 വയസ്സ് വരെ നിലത്ത് വെക്കില്ല മിക്കവാറും. ഈ കുട്ടി അങ്ങനെ കയ്യിലെടുത്ത് താലോലിച്ച് ഉറക്കുന്ന ആ ഒരു പരുവം, ഈ കുട്ടിയുടെ ശരീരത്തിൽ ഉറുമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ അതവൾ അറിയും. ഈ കുട്ടിക്ക് വിശപ്പുണ്ടെങ്കിൽ അതവൾ അറിയും. ഈ കുട്ടി രാത്രി ഏറെ നേരം ഉറക്കം കളഞ്ഞ കുട്ടിയാണെങ്കിൽ പോലും അവനൊന്ന് പതുക്കെ പാതിരാവിൽ മയങ്ങി ഇടക്കൊന്നെണീച്ചാലും ഈ ഉറക്കം നഷ്ടപ്പെട്ട ഉമ്മ അതറിയും.
ഈ കുട്ടിയുടെ എല്ലാം അറിയും. ഈ കുട്ടി അവളുടെ കയ്യിൽ നിന്ന് ഒരിക്കലും താഴെ വീഴൂല. അവളങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കാം. അങ്ങനെ ചേർത്ത് പിടിച്ച കുട്ടിയെ കൊണ്ട് നടക്കുന്നതിന് പറയും സൂക്ഷിച്ചു. അല്ലേ? അത്രയും സൂക്ഷിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അത്രയും സൂക്ഷിക്കാൻ പറ്റിയ ആരുമില്ല. അവൾ അങ്ങനെ സൂക്ഷിച്ചു. നമ്മുടെ നിസ്കാരത്തെ അങ്ങനെ സൂക്ഷിക്കുന്നവരാണോ നമ്മൾ എങ്കിൽ വിജയിക്കും എന്നതിന്റെ അടയാളം. നമ്മൾ നമ്മുടെ നിസ്കാരത്തെ സൂക്ഷിക്കുന്നത് തോർത്തുണങ്ങാനിട്ടേക്കണ മാതിരിയാ. തോർത്തുണങ്ങാൻ എവിടെ ഇടാ? വെയിലുള്ളടത്തില്. അത് നമ്മൾ ഇടപെടാത്ത ഒരു ഏരിയ കൊണ്ടുപോയാ തട്ട. നമ്മൾ ഇടപെടാത്ത ഒരു ഏരിയയിൽ പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയിടും തോർത്തുണങ്ങാൻ. ഈ തോർത്തിനെ കുറിച്ച് അവിടെ ഇട്ടല്ലോ എന്നോർത്തൊരു മഴ വരുമ്പോ നമ്മൾ ആരും വേവലാതിപ്പെടാറില്ല. അത് ഉണങ്ങിക്കഴിഞ്ഞല്ലോ, ഇനി അത് എടുത്തു വെക്കണോലോ എന്ന് മറ്റു വസ്ത്രങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന പോലെ തോർത്ത് ഉണങ്ങിയോടത്ത് നമ്മൾ ആലോചിക്കാറില്ല. തോർത്തെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ നിസ്കാരം. നമ്മൾ മുഹാഫിദ് അല്ല നിസ്കാരത്തിന്റെ കാര്യത്തിൽ. ഉണ്ടോ? ഉണ്ട്. ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്. അതെവിടെ? അതങ്ങനെ അതിന്റെ വഴിക്ക്. അങ്ങനെയാണ് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ നിസ്കാരങ്ങൾക്ക് നമ്മൾ ഹിഫ്ള് കൊടുക്കുന്നില്ല, സൂക്ഷിക്കുന്നില്ല. നിസ്കാരത്തെ താലോലിച്ച് സ്നേഹിച്ചു കൊണ്ട് നടക്കണം. എനിക്ക് നിസ്കരിക്കണോലോ, എന്റെ ശരീരത്തിന് അത് സാധിച്ചില്ലെങ്കിൽ, എന്റെ ശരീരം ഭക്ഷണം കഴിക്കാത്തപ്പോ, എന്റെ ശരീരത്തിന് വേദന ഉണ്ടാകുമ്പോ ഞാൻ എത്ര സങ്കടപ്പെടുന്നു, ഞാൻ എത്ര അതേക്കുറിച്ച് ആലോചിക്കുന്നു. എന്റെ ശരീരത്തിന്റെ ഏത് ഒരു സാധാരണ ആവശ്യവും ഞാൻ എത്ര ഗൗരവത്തിൽ പരിഗണിക്കുന്നു. ആ പരിഗണന എന്റെ നിസ്കാരം കൊണ്ട് എന്റെ ശരീരത്തിന് കിട്ടിയില്ലെങ്കിൽ, ഈ ശരീരം ആ നിസ്കാരത്തെ നിർവഹിച്ചില്ലെങ്കിൽ, ഈ ശരീരത്തെ നാളെ അള്ളാഹുവിന്റെ നരകത്തിലിടേണ്ടി വരല്ലോ. ഇതൊരു ആലോചന വന്നാൽ കൈക്കുഞ്ഞിനെ ഉറുമ്പ് കടിക്കുമ്പോ ഉമ്മ ശ്രദ്ധിക്കുന്ന പോലെയല്ല, അതിനുമപ്പുറമാം. ഈ ശരീരത്തെ എപ്പോഴും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണേ. ഈ ശരീരം എപ്പോഴും വൃത്തികേടാവുന്ന ശരീരമാണ്. കൈ ചെയ്യുന്ന പാപമുണ്ട്, കാല് ചെയ്യുന്ന പാപമുണ്ട്, കണ്ണ് ചെയ്യുന്ന പാപമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കല് ഒരു സ്വഹാബി വന്നുകൊണ്ട് പറയാണ്, നബിയേ, ഞാൻ തൊടല് ഹറാമായ എന്റെ കുടുംബത്തിൽപ്പെട്ട പെണ്ണിനെ ഞാൻ അറിയാതെ ചുംബിച്ചു പോയി നബിയേ. സ്നേഹം തോന്നിയതാ, പക്ഷെ ഞാൻ ചുംബിച്ചു പോയി. അവൾ എന്നെ തടസ്സം പറഞ്ഞില്ല. കുഴപ്പമില്ല. ഇന്ന് ഇപ്പൊ ഹദീസ് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇന്നതൊരു പ്രശ്നമല്ല. ഇന്നതൊരു പ്രശ്നമല്ല. എന്റെ കുടുംബത്തിൽപ്പെട്ട പെണ്ണാ, പക്ഷെ അവൾ എനിക്ക് അന്യ പെണ്ണാ. ഞാൻ തൊട്ടാൽ മുറിയുന്നവളാ. അവളെ ഞാനൊന്ന് സ്പർശിച്ചു, ഞാനൊന്ന് ചുംബിച്ചു. നബിയേ, കുറ്റബോധമുണ്ട് നബിയേ, ഞാൻ തെറ്റ് ചെയ്തു നബിയേ. ഇത് പറയാൻ വന്ന സ്വഹാബിയോട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോനെ, വഖ്തുകൾ കൃത്യമായി മാനിച്ചുകൊണ്ട് നീ നിസ്കരിക്കുന്നവനാണോ എങ്കിൽ നിന്റെ പാപം അല്ലാഹു പൊറുക്കും. ഇത് സംബന്ധമായി ആയത്തും അവതരിച്ചു. ഇത് സംബന്ധമായി ആയത്ത് അവതരിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وأقم الصلاة طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات ذلك ذكرى للذاكرين. സൂറത്ത് ഹൂദ്. നിസ്കാരത്തെ അതിന് നിശ്ചയിക്കപ്പെട്ട ആദ്യ നേരത്തെ കൃത്യമായി നിലനിർത്തിപ്പോരൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എപ്പോഴേലും അല്ല. അങ്ങനെ എപ്പോഴേലും ആണെങ്കിൽ ഒരു ഡോക്ടർ രോഗിക്ക് മരുന്ന് കുറിച്ച് കൊടുക്കുമ്പോ അയാൾ പറയായിരുന്നു, എപ്പോഴേലൊക്കെ പോയി കഴിച്ചോ, എന്തിലൊക്കെ കാണിച്ചോ എന്ന് പറഞ്ഞു വിടോ? ഇല്ല. വലിയ ഡോക്ടർ പറഞ്ഞു, ഈ ശരീരത്തിന്റെ അഴുക്കും ഈ ഖൽബിന്റെ രോഗങ്ങളും ഈ ഹൃദയത്തിന്റെ അകത്ത് വന്ന മാലിന്യങ്ങളും കളയണോ? അതിന് വേണ്ട മരുന്ന് നിസ്കാരമാണ്. അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി എങ്ങനെയും കഴിച്ചാ പോരാ.
വലിയ ഡോക്ടർ പറഞ്ഞു അതിന് കൃത്യമായി നിശ്ചയിക്കപ്പെട്ട സമയത്തിൽ അതിന്റെ അദബുകൾ പാലിച്ച് വൃത്തിയിൽ തന്നെ ചെയ്യണേ. മെഡിസിൻ കഴിക്കുന്നത് വൃത്തിയുള്ള വെള്ളത്തോടുകൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെ ശരീരത്തെ ശുദ്ധീകരിക്കണം. സ്വഹാബിയോട് പറഞ്ഞു, ഇന്നൽ ഹസനാതി യുദ്ഹിബിനസ് സയ്യിആത്ത്. നിസ്കാരത്തെ സമയബന്ധിതമായി നിശ്ചയിക്കപ്പെട്ട നേരത്ത് ഖളാ ആവാതെ ആദ്യ സമയം പരിഗണിച്ച് അദബുകൾ പാലിച്ച് കൃത്യമായ അതിന്റെ സുന്നത്തുകൾ പാലിച്ച് പോന്ന് നിസ്കരിച്ചു പോരുന്ന ആളാണോ ഇന്നൽ ഹസനാത്ത്, അത് ഒരുപാട് നന്മയാ. അത് കുറെ നന്മകൾ വാരിക്കൂരി കൂട്ടിയ കൂലിയാ അതിനുള്ളത്. ഒരുപാട് നന്മ ചെയ്ത കൂലി കിട്ടും നിസ്കാരത്തെ സമയബന്ധിതമായി കൃത്യമായി അനുഷ്ഠിച്ചു പോന്നാൽ. അങ്ങനെ ഒരുപാട് നന്മ ചെയ്ത കൂലി കിട്ടുന്ന അമല് യുദ്ഹിബിനസ് സയ്യിആത്ത്, നിങ്ങളുടെ പാപം പൊറുക്കാൻ അത് മതി എന്ന് പരിശുദ്ധ ഖുർആൻ ഈ രീതിയിൽ തന്നെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബിക്ക് മറുപടി കൊടുത്തു. ഒരു ഹദീസ് കേട്ടോളൂ, നമ്മുടെ പാപം പൊറുക്കാൻ നമ്മുടെ നിസ്കാരം മതി. ഹദീസ് കേട്ടോളൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, മാ മിൻ ഇംറിഇൻ മുസ്ലിമിൻ തഹ്ളുറുഹു സ്വലാത്തുൻ മക്തൂബത്തുൻ. ഒരാൾക്ക് വാങ്ക് വിളിച്ച് നിസ്കാരം സമയമായി കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ അയാൾ ഉളു എടുത്ത് ഫയുഹ്സിനു ഉളുഅഹാ, ആ നിസ്കാരത്തിന് വേണ്ട ഉളു സമയമായപ്പോ തന്നെ പോയി ഉളു എടുത്തു. അതിനു വേണ്ട മാനസിക ഒരുക്കങ്ങളൊക്കെ വൃത്തിയായി തന്നെ ചെയ്തു. നിസ്കാരം വൃത്തിയായി തന്നെ മറ്റു ചിന്തകൾ വരാതെ ഭംഗിയായി നിർവഹിച്ചു. എന്നാൽ ഇല്ലാ കാനത്ത് കഫാറത്തുൻ ലിമാ ഖബലഹ മിനദ് ദുനൂബി, അവന്റെ പാപം പൊറുക്കാൻ ആ നിസ്കാരം മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഹദീസും കൂടി കേട്ടോളൂ. വീടിന്റെ ഉമ്മറത്തുകൂടി ഒരു പുഴ ഒഴുകുന്നു സ്വഹാബ. ആ പുഴയിൽ 5 നേരം നിങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ സ്വഹാബ? ഇല്ല നബിയേ. എന്നാൽ നിങ്ങളുടെ പുഴ നിങ്ങളുടെ നിസ്കാരമാണ്. 5 വഖത്തിലും നിങ്ങൾ നിസ്കാരം കൊണ്ട് ശരീരത്തെയും ഖൽബിനെയും കുളിപ്പിച്ചോളൂ, നിങ്ങളിൽ അഴുക്ക് ബാക്കിയല്ല. നബി മുഹമ്മദ് മുസ്തഫ 5 നേരം കുളിച്ച ഒരു ദിവസം അഴുക്കുണ്ടാവൂല. ഈ കുളിക്കലും കുളിപ്പിക്കല നിസ്കാരം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, ഒരു ഹദീസ് കൂടി പറയാം. ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു. അബൂ ഹുറൈറ തങ്ങൾ നിവേദനം ചെയ്യുന്ന ഹദീസ് തുർമുദി, അബൂ ദാവൂദ് ഈ ഹദീസ് ധരിക്കുന്നുണ്ട്. മഹ്ശറയിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ അല്ലാഹു ആദ്യം വിചാരണ ചെയ്യുന്ന അമല് നിസ്കാരമാ. നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. നിസ്കാരത്തിന്റെ കണക്ക് നോക്കും. ഞാനൊന്ന് പറയട്ടെ, നമ്മൾ അടക്ക വിൽക്കാൻ ചെന്ന് കഴിഞ്ഞാൽ, അടക്ക വിൽക്കാൻ ചെന്ന് കഴിഞ്ഞാൽ മലഞ്ചരക്ക് കടയിലെ അദ്ദേഹം ആ അടക്ക ഇങ്ങനെ മാറ്റി മാറ്റി നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിലെ പേട് മാറ്റി പുറത്തേക്കിടും. ഇത്തിരി നിലവാരം കുറഞ്ഞത് എന്ന് അദ്ദേഹം പരിശോധിച്ചു നോക്കുമ്പോ അദ്ദേഹത്തിന് കുറവുള്ളത് അദ്ദേഹം മാറ്റി മാറ്റി വെക്കും. സ്വഹാബികളിൽ ഒരു പ്രമുഖനുണ്ടായിരുന്നു, അത്വാ ഇബ്നു അബി യസാർ എന്ന അദ്ദേഹത്തിന്റെ പേര്. പ്രത്യേകത, വസ്ത്രം നന്നായി നെയ്തെടുക്കുമായിരുന്നു. ഒരിക്കൽ ഒരുപാട് പണം കിട്ടുമെന്ന് വിചാരിച്ച് മഹാനവറുകൾ നല്ലോണം ശ്രദ്ധിച്ച് നെയ്ത ഒരു വസ്ത്രം അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ നല്ല നെയ്ത്ത ഒരുപാട് സൂക്ഷിച്ചാട് നെയ്തത്. ഒരുപാട് പണം കിട്ടുമെന്ന് വിചാരിച്ചു, അങ്ങാടിയിൽ കൊണ്ടുപോയി കൊടുത്തു. വിപണിയിൽ അത് വിൽപ്പനക്ക് വെച്ചു. അത് വാങ്ങിയ ആള് അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരുപാട് പോരായ്മ കണ്ടു. അത്വാ ഇബ്നു അബി യസാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ച വില ഇതിന് കിട്ടൂല, പോരായ്മകളുണ്ട്. പൊട്ടിക്കരഞ്ഞു. മഹാനായ അത്വാ ഇബ്നു അബി യസാർ പൊട്ടിക്കരഞ്ഞു. അപ്പൊ പറഞ്ഞു, കരയണ്ട, വിചാരിച്ച പണം ഞാൻ തന്നേക്കാം. ഞാൻ അതിന് കരഞ്ഞതല്ല, ഞാൻ ഒരുപാട് സൂക്ഷിച്ച് നെയ്തുണ്ടാക്കിയ വസ്ത്രത്തിൽ
കേവല മനുഷ്യനായ നീ നിന്റെ കണ്ണുകൊണ്ട് ഇതിൽ ഐബ് കണ്ടുവെങ്കിൽ, പോരായ്മ കണ്ടുവെങ്കിൽ, ഞാൻ കഷ്ടപ്പെടുന്ന അമലുകൾ നാളെ അള്ളാന്റെ കോടതിയിലെത്തിയാൽ ആ അമലുകളുടെ ഇടയിലുള്ള കുറവുകളും പിഴവുകളും കണ്ടുപിടിക്കുന്ന അല്ലാഹ്. അതോർത്തപ്പോ കരഞ്ഞതാന്ന് മഹാനായ ഇബ്നു അബീ യസ്സാർ എന്ന ഖജാ റളിയല്ലാഹു. ആലോചിച്ചു നോക്കണം, അങ്ങനെ അടക്ക വിൽക്കാൻ ചെന്നോടത്തുനിന്ന് പെറുക്കി മാറ്റുന്ന പോലെ നമ്മുടെ അമലുകളുടെ കൂട്ടത്തിൽ നിസ്കാരം ആദ്യം വിചാരണ, അങ്ങനെ പെറുക്കി മാറ്റി കുറെ കഴിഞ്ഞപ്പോ അതിന്റെ ഒന്നുമില്ല. നിസ്കാരത്തിന്റെ കാര്യത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ പരിശോധന ക്ലിയറായാൽ അവൻ പരിപൂർണ വിജയി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിൽ പരാജയമാണ് എങ്കിൽ അവൻ പരിപൂർണ പരാജയത്തിലാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടൊരു ഉപദേശം പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അതുകൊണ്ട് നിസ്കാരത്തിന്റെ കുറവുകൾ പരിഹരിക്കുന്നോടത്ത് ഫറളിന്റെ കുറവ് സുന്നത്ത് കൊണ്ട് പരിഹരിക്കുമെന്ന്, അള്ളാഹു പരിഹരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഫറളിലെ കുറവുകൾ സുന്നത്ത് കൊണ്ട് അടച്ചു കളയും, പരിഹരിക്കും. അതുകൊണ്ട് സുന്നത്തും കൂടി വേണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിസ്കരിക്കുന്ന ആളായിരിക്കും ഒരാൾ വിജയിക്കുന്നവനാണ് എങ്കിൽ. ഒരാൾ വിജയിക്കുന്നതിന്റെ നാലാമത്തെ അടയാളം അവൻ നിസ്കാരത്തിൽ കൃത്യമായി ശ്രദ്ധ ഉള്ളവനാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചോനെ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് പാലിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നീ ഇഷ്ടപ്പെട്ടവരിൽ ഞങ്ങൾ ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ അമലിൽ ബറക്കത്ത് നൽകണേ അല്ലാ.